ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പിഞ്ചു കുഞ്ഞിനെ ക്രൂശിച്ച് ഭിക്ഷാടനം. മുലപ്പാൽ മണം മാറാത്ത കുരുന്ന് വെയിലേറ്റ് തളരുമ്പോഴും കൈവെള്ളയിൽ വീഴുന്ന നാണയത്തുട്ടുകളാണ് സ്ത്രീയുടെ ലക്ഷ്യം. പയ്യന്നൂർ പഴയ സ്റ്റാൻഡിൽ നിന്നുള്ള ഹൃദയഭേദകമായ കാഴ്ച. കൈവെള്ളയിൽ വീഴുന്ന നാണയത്തുട്ടുകളുടെ കനം കൂട്ടാൻ എന്ത് ക്രൂരതയും കാണിക്കുന്നവരാണ് ഭിക്ഷാടകർ. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് പയ്യന്നൂർ പഴയ സ്റ്റാൻഡിൽ നിന്നുള്ള ഈ കാഴ്ച. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒക്കത്ത് പിഞ്ചു കുഞ്ഞിനെയും എടുത്താണ് ഈ സ്ത്രീ ഭിക്ഷയാചിക്കുന്നത്. നേരിയ തോർത്തുമുണ്ട് മാത്രമാണ് കുഞ്ഞിൻ്റെ തലയിലിടുന്നത്. സാരിയിൽ ചുറ്റിക്കെട്ടി കുഞ്ഞ് എപ്പോഴും അരയിൽ തന്നെ ഉണ്ടാകും. രാവിലെ ആരംഭിച്ചാൽ ഭിക്ഷാടനം അവസാനിക്കുന്നത് വൈകുന്നേരമാണ്. വേനലിൽ മുതിർന്നവർ പോലും തണൽ തേടി പോകുമ്പോഴാണ് ഈ കുഞ്ഞിനെ ഇത്രയും വലിയ ക്രൂരതയ്ക്ക് ഇരയാക്കുന്നത്. പഴയ സ്റ്റാൻഡിൽ 4 ഭാഗങ്ങളിലുമുള്ള ബസ്സുകളിലേക്കുള്ള ഇവരുടെ നടത്തം പൊരിവെയിലത്താണ്. അപ്പോഴെല്ലാം ഈ കുഞ്ഞ് കനത്ത ചൂട് സഹിക്കണം. സാരിക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന് കരയാൻ മാത്രമാണ് ഈ കുഞ്ഞിന് സാധിക്കുക. കുഞ്ഞിൻ്റെ അമ്മയാണോ ഇവർ എന്നതിന് ഉറപ്പൊന്നുമില്ല. പലപ്പോഴും കുഞ്ഞുങ്ങളെ മാറ്റിക്കൊണ്ടുവരാറുണ്ടെന്നാണ് സൂചന. അറവുമാടുകളെപ്പോലെ നാണയത്തുട്ടുകൾക്ക് വേണ്ടി സ്വയം ബലിയാടാകാനാണ് ഈ കുഞ്ഞിൻ്റെ വിധി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊരിവെയിലേൽക്കുമ്പോഴും അതിന് എന്തെങ്കിലും ആഹാരമായി കൊടുക്കാറുണ്ടോ എന്നും അറിയില്ല. അമ്മിഞ്ഞപ്പാൽ നുണഞ്ഞ് പിച്ചവെച്ചും കുസൃതി കാട്ടിയും കളിച്ചും രസിക്കേണ്ടുന്ന പ്രായത്തിലാണ് ഈ കുഞ്ഞ് വെയിലേറ്റ് വാടി കരയുന്നത്. ഒക്കത്തിരുന്ന് കുഞ്ഞ് കരയാതിരിക്കാൻ മയക്കുമരുന്നും ചാരായവും നൽകാറുണ്ടെന്നും പറയപ്പെടുന്നു. അങ്ങനെ ചെയ്താൽ ഒരുതരം മയക്കത്തിലായിരിക്കും കുഞ്ഞ്. ഈ സ്ത്രീയിൽ നിന്ന് ചില്ലറ ലഭിക്കുന്നു എന്നതിനാൽ ബസ് തൊഴിലാളികൾ ഒന്നും പറയാറില്ല. മനുഷ്യാവകാശ പ്രസംഗം നടത്തുന്നവരും പോലീസ് അധികൃതരും ഇതെല്ലാം കാണുന്നുണ്ടാകും. ഭൂമിയിൽ പിറന്നുപോയി എന്ന ഒറ്റ തെറ്റ് ചെയ്തു പോയ ഈ പിഞ്ചു കുഞ്ഞിനെ ഇത്രയും വലിയ ക്രൂരതയ്ക്കിരയാക്കുമ്പോൾ അതിനെ കണ്ടില്ലെന്നടിക്കുന്നവർക്ക് എന്ത് ബഹുമതിയാണ് നൽകേണ്ടത്? കുഞ്ഞുങ്ങൾക്ക് നേരെ വ്യത്യസ്തങ്ങളായ ക്രൂരതകൾ നിലനിൽക്കുന്ന ഭിക്ഷാടന രംഗത്ത് ശക്തമായ മാഫിയ തന്നെ നിലവിലുണ്ട്. കർശനവും മാതൃകാപരവുമായ നടപടികളാണ് ഇവിടെയും ആവശ്യം. ഏപ്രിൽ 23